ജസ്റ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ബൈ 3 get 1 ഫ്രീ അന്നേരം അത് ചേട്ടനൊരു ഗിഫ്റ്റ് കിട്ടിയാണ്. നമ്മൾ ചേട്ടൻ പിൻസ് ചുറ്റും എന്താണ് കറുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കും. നമ്മൾ ഇന്നലെ മുംബൈയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അന്നേരം ബാഗെല്ലാം കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുംബൈയിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബാഗ് നമുക്ക് ഒരാൾക്ക് 23 കിലോ വെച്ചിട്ട് 2 ബാഗ് നമുക്ക് കൊണ്ടുവരായിരുന്നു. ഒരാൾക്ക് 23 46 പ്ലസ് 7 കിലോ ഹാൻഡ് ക്യാരി, അന്നേരം 53 കിലോ ഒരാൾക്ക് കൊണ്ടുവരായിരുന്നു. സോ കുറേ ക്ലോത്ത്സ് ഉണ്ട്, ഇതെല്ലാം വാഷിങ്ങിനുള്ളതാണ്. എല്ലാം നമുക്ക് സെപ്പറേറ്റ് വൈറ്റ് ബ്ലാക്ക് എല്ലാം മാറ്റി മാറ്റി ഇടണം. ഇത് ഫസ്റ്റ് നമുക്ക് കിട്ടി, എല്ലാം കൂടെ കാണിക്കാം. ഇത് ചേട്ടനൊരു ഗിഫ്റ്റ് കിട്ടിയാണ്. നമ്മൾ ചേട്ടൻ്റെ ഒരു സ്കൂൾ കോളേജ് ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നു. സോ ഇറ്റ്സ് ദ ഗിഫ്റ്റ്. നെക്സ്റ്റ് ഗോദ്രേജിൻ്റെ എയർ പോക്കറ്റ്സ് ആണ്. ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, വേറെ ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ ടോയ്ലറ്റിൽ ഇത് ഹാങ് ചെയ്തിരുന്നത്. സോ അത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഓഫറിനുണ്ടായിരുന്നു. അതായത് 2 എടുത്ത 1 ഫ്രീ. ബൈ 3 get 1 ഫ്രീ. അന്നേരം അത് നെക്സ്റ്റ് വി വാഷ് ഐ ഓൾവേസ് ഗെറ്റ് ദിസ്. പുതിയ കുറേ ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ, ഒരു സമയത്ത് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. വേറെ ഡിഫറെൻറ്റ് ബ്രാൻഡുകളൊക്കെ കണ്ടു, പക്ഷെ ഞാൻ ഇത് തന്നെ സെയിം വാങ്ങിച്ചു. നെക്സ്റ്റ് വൺ അഗർബത്തിയാണ്. ഞാൻ യൂഷ്വലി ഇഷ്ടം പോലെ കൊണ്ടുവരാറുണ്ട്, പക്ഷെ ഇത്തവണ ഈ ഒറ്റ ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. ജാസ്മിൻ്റെ സ്മെല്ലുള്ളത്. കഴിഞ്ഞ കൊണ്ടുവന്നല്ല ഇപ്പോഴും ഇരിക്കുന്നു. ഇത് മാത്രം ഒരെണ്ണം. മുല്ലപ്പൂൻ്റെ മണം എനിക്കിഷ്ടം, അതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിച്ചു. നെക്സ്റ്റ് പാരച്യൂട്ടിൻ്റെ ഓയില്. ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോൾ ഇത് കട്ട പിടിക്കുന്നു, പക്ഷേ കട്ടയൊന്നും പിടിച്ചിട്ടില്ല. സമ്മർ ആയതുകൊണ്ടായിരിക്കും. ഇതും ഓഫറിനുണ്ടായിരുന്നു, എന്തോ 2 എടുക്കുമ്പോൾ 1 ഫ്രീ. സോ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ കൊണ്ടുവരുന്നതാണ് നാട്ടിൽ നിന്ന് പേസ്റ്റ്. എനിക്ക് ഇങ്ങനത്തെ ഈ ആയുർവേദിക് പേസ്റ്റുകൾ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ മിസ് വാക്ക്, ഇങ്ങനത്തെ ഈ ആയുർവേദിക് പേസ്റ്റുകളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. വേദശക്തി, അങ്ങനത്തെ ഒക്കെ ഞാൻ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വാങ്ങിച്ചത് നാട്ടിൽ നിന്ന് കുറേ സോപ്പാണ്. വട്ടാണെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് ഈ നാട്ടിലെ പണ്ടത്തെ ഈ സോപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം വാങ്ങിക്കുന്നതാണ്. സിന്തോളൊക്കെ പണ്ടൊക്കെ പരസ്യമില്ലായിരുന്നു, ഇങ്ങനെ ഈ വലിയ ഇതേന്നൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുന്ന അന്നത്തെ ഈ പരസ്യങ്ങളൊക്കെ വെച്ച് എനിക്കിങ്ങനത്തെ ഈ സോപ്പ് ഇതിനോടൊക്കെ ഭയങ്കര ആ ഒരു മെമ്മറീസിന് വേണ്ടി ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിട്ട് വരും. കുറേ എന്തൊക്കെയോ സോപ്പുകളുണ്ട്, കാണിച്ചു തരാം. പിന്നെ ഇത് മാംഗോയുടെ ക്രഷ്. ഇവിടെ ഇത് കിട്ടത്തില്ല, എന്നാന്ന് എനിക്കറിയില്ല, മാംഗോ ക്രഷ്. പക്ഷേ ഇത് സ്മൂത്തീസിനും ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. സോ അത് മാത്രം ഒരു മാംഗോ ക്രഷ് വാങ്ങിച്ചു. പിന്നെ പോപ്പിൻസ് ഞാനിങ്ങനെ ചെറുപ്പത്തിലെ മെമ്മറീസ്, ഇങ്ങനെ ഓർമ്മകളുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പോപ്പിൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. കുറച്ച് പോപ്പിൻസ് വാങ്ങിച്ചു. പിന്നെ ചേട്ടൻ വാങ്ങിച്ചാണ് വിസിബിൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനത്തെയൊക്കെ വാങ്ങി. എനിക്ക് ആയുർവേദിക് ഇതൊക്കെയാണ് താല്പര്യം. പിന്നെ കിഡ്സ് ടൂത്ത് പേസ്റ്റ്, പിള്ളേർക്ക് ഗ്ലോ ഇൻ ദ ഡാർക്ക് എന്ന് കണ്ടപ്പം 2 പേർക്കും വാങ്ങിക്കണം. അങ്ങനെ അത് കിഡ്സ് ടൂത്ത് പേസ്റ്റ് അത് വാങ്ങിച്ചു. പിന്നെ ക്ലോത്ത് ക്ലിപ്സ്, ഇതിവിടെ കിട്ടുന്നതൊക്കെയാണ്. പിന്നെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടപ്പോൾ വാങ്ങിച്ചു. നെക്സ്റ്റ് കുറച്ച് ഹെയർ ടൈസ് വാങ്ങിച്ചു. ഇതൊക്കെ നല്ല, എനിക്ക് റബ്ബർ ബാൻഡ്സ് കണ്ട, കളേർഡ് റബ്ബർ ബാൻഡ്സ് 35. നമുക്ക് ബോംബെ സ്പെഷ്യൽ മൂങ് ദാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ചെറിയ പാക്കറ്റുകൾ ഹൈദരാബാദ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അതിൻ്റെ കുറച്ച് വലിയ പാക്കറ്റുകൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിക്കാൻ നോക്കിയത് മറ്റേ കോഫിയുടെ ഒരു ക്യാൻഡി ഉണ്ടല്ലോ, പക്ഷെ അത് കിട്ടിയില്ല. എന്തായിരുന്നു അതിൻ്റെ പേര്? കോഫിയുടെ ക്യാൻഡിയാണ് എനിക്കിഷ്ടം, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ മാംഗോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചു, ജസ്റ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് ഓണമാണല്ലോ, വെള്ളരിക്ക ഇല്ലാതെ എന്ത് ഓണം? വെള്ളരിക്ക കൊണ്ടുവന്നു. പൂവമ്പഴം, നാട്ടിൽ നിന്ന് പൂവമ്പഴം കൊണ്ടുവന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണ് ഈ പൂവമ്പഴം. കുറച്ച് ചള്ളി, ഇത്രയും നല്ല ടേസ്റ്റുള്ള പഴം ഇവിടെ ഇത്ര കോമൺ ആയിട്ട് കിട്ടാത്ത, മലയാളി കടകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കിട്ടാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കും. Give me some. Is it a sapler or something? Yeah, ഉളവ അത് വാങ്ങിച്ചു. നല്ല കട്ടിയുള്ള സാധനം. ലാസ്റ്റ് ടൈം വാങ്ങിച്ചു ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇത് നല്ല കട്ടിയുള്ള സാധനം കിട്ടി. നമ്മുടെ ലാസ്റ്റ് ടൈമിൽ ഒടിഞ്ഞു പോയി. വറുത്ത് കോരാനുള്ള സാധനം. പിന്നെ
ഫെയർ ആൻഡ് ലവ്ലി. ഇത് തേച്ചിട്ടും എന്താണ് കറുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കരുത്. എനിക്കല്ല, ഒരാൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഈ കവറിൽ എന്താണ്? ഇതിനകത്ത് സ്പെഷ്യൽ സാമ്പാർ പൗഡറാണ്. അമ്മായി, എൻ്റെ ചേട്ടൻ അമ്മായി തന്നാണ്. ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു, ട്രൈ ചെയ്യാൻ പറഞ്ഞു. സോ അത് സാമ്പാർ പൗഡർ. പിന്നെ എന്താണ് കിട്ടുന്നത്? അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് തീർന്നു. പേരയ്ക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വേറെ ഒരു ഫ്രൂട്ടാണ്. കേരളത്തിൻ്റെ ആപ്പിൾ അല്ല, ഇന്ത്യയുടെ ആപ്പിളാണെന്നാണ് പറയുന്നത് പേരയ്ക്ക. സോ പേരയ്ക്ക കുറച്ച് വാങ്ങിച്ചു. അതോടെ നമ്മുടെ ഈ പെട്ടിയിലെ സാധനങ്ങൾ തീർന്നു. ഇനി നെക്സ്റ്റ് പെട്ടി.